ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശരിക്കും പറഞ്ഞാൽ ഈ കോഴി വളർത്തൽ ഞാൻ ഓൾമോസ്റ്റ് നിർത്തുന്ന സ്റ്റേജ് ആയതായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ വേസ്റ്റ് ഡിസ്പോസൽ. കോഴിയുടെ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യും? ആദ്യമേ എനിക്ക് ഇങ്ങനൊരു ബയോഗ്യാസോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ കോഴിയുടെ വേസ്റ്റ് കളക്ട് ചെയ്യും, അതിനടിയിൽ അറക്കപ്പൊടി ഇടും, അറക്കപ്പൊടിയും കോഴിയുടെ വേസ്റ്റും കൂടെ മിക്സ്ഡ് ആക്കും. എന്നിട്ട് ഇതിനെ പല ദിവസങ്ങൾ, ഒരു 2 days കൂടുമ്പോഴേക്കും കോരിയെടുത്ത് മണ്ണിൽ കുഴിച്ചിടുമായിരുന്നു ചെയ്തിരുന്നത്. ഇതൊരു വല്ലാത്ത പ്രോസസ്സായി മാറി. കാരണം മഴയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഒരു ദിവസമോ 2 ദിവസമോ ഇത് നമ്മൾ എടുത്തില്ല എങ്കിൽ വളരെ സ്മെല്ലാകാൻ തുടങ്ങും. അങ്ങനെ ഇരിക്കെയാണ് ബയോഗ്യാസ് എന്നൊരാശയം എനിക്ക് വന്നത്. ആക്ച്വലി ഞങ്ങൾ വീട്ടിൽ ബയോഗ്യാസ് ഫിക്സ് ചെയ്തത് ഫുഡ് വേസ്റ്റ് കളയാൻ വേണ്ടി ആയിരുന്നില്ല. പക്ഷേ ഇപ്പം അത് നമ്മളിതിനകത്ത് തന്നെയാണ് കളയുന്നത്. ഡെയിലി ഒരു 10 മിനിറ്റ് മതി. നമ്മുടെ കോഴിയുടെ വേസ്റ്റ് മുഴുവനും നമ്മൾ ക്ലീൻ ചെയ്യും. ഒന്നും അവിടെ കിടക്കത്തില്ല. മഴയാണെങ്കിൽ പോലും ഏതെങ്കിലും മഴയില്ലാത്ത സമയത്ത് വന്ന് അത് ക്ലീൻ ചെയ്യും. എത്രത്തോളം വേസ്റ്റ് കൂടുതലുണ്ടോ അത്രത്തോളം നമുക്ക് കുക്കിംഗ് ഗ്യാസും കിട്ടും. അപ്പോൾ 2 അഡ്വാൻറ്റേജായി. അപ്പോൾ കോഴി എന്നുള്ളത് ഞങ്ങൾക്കിപ്പോൾ ഒരു വലിയ ഒഴിച്ചുകൂടാനാവാത്തൊരു ഭാവമായി. കാരണം കുക്കിംഗ് ഗ്യാസ് ഒരുവിധം നല്ലപോലെ കിട്ടുന്നുണ്ട്, കോഴിയുടെ മുട്ടയുണ്ട്, അതിൻ്റെ കൂടെ ഡെയിലിയുള്ള കിച്ചൺ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് എല്ലാം നമ്മൾ കോഴിക്ക് കൊടുക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഫുഡ് വേസ്റ്റുകളെല്ലാം നമ്മൾ അതിൻ്റെ കൂടെ ഇടുകയും ചെയ്യും. എത്രത്തോളം വേസ്റ്റ് ഇടുന്നു അത്രത്തോളം ഗ്യാസ് നമുക്ക് വീട്ടിലേക്ക് കിട്ടും. ഈ കോഴി വേസ്റ്റ് എല്ലാം ഞാൻ ഇപ്പോൾ ക്ലീൻ ചെയ്ത് നമ്മുടെ ബയോഗ്യാസിലേക്കിടും. ഈ പാത്തി വഴിയാണ് വെള്ളം ഒഴിച്ച് കഴുകും. ഈ പാത്തി വഴി ഇത് അതേപടി ബയോഗ്യാസിലേക്ക് പോകും. ഇന്ന് രാവിലെ കുക്കിങ്ങിന് ഉപയോഗിച്ചു. അതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഗ്യാസാണ് ഈ കാണുന്നത്. എന്തിനും ഏതിനും ഗ്ലൗസ് ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ. വൃത്തി അത് നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ ഇവിടെ കോഴിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ഹെവി ഡ്യൂട്ടി, നമ്മുടെ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന, പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന, അതുപോലെ തന്നെ ഗാർഡനിൽ ഉപയോഗിക്കുന്ന ഇങ്ങനെ 2 ഗ്ലൗസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വെള്ളം കയറാതിരുന്നാൽ മതി, നമുക്കിത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മുട്ടയൊന്നും കാക്ക കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 2 മെഷ് വെച്ചിട്ടുണ്ട്. ആദ്യമേ ഈ മെഷ് എടുത്ത് മാറ്റി വയ്ക്കും. മെഷെടുത്ത് ഇവിടെ ഈ പ്ലാവിൽ തന്നെ ചാരി വയ്ക്കും. പിന്നെ നമ്മുടെ ആയുധം കയ്യിലെടുത്തിട്ട് ഇത് വെച്ച് നമ്മൾ ഈ അപ്പിയെല്ലാം, ഈ കോഴിയുടെ വേസ്റ്റെല്ലാം അതിനുശേഷം ഇത് നമ്മുടെ വെള്ളം കൊണ്ടുവന്നു ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വടിച്ചു വീഴുമ്പോഴേക്കും ഇത് ഈസി ആയിട്ട് ഈ പാത്തിക്കകത്തൂടെ അങ്ങ് പോയിക്കോളും. ഒരു ദിവസം പോലും നമ്മൾ ഇതിങ്ങനെ ഇട്ടേക്കില്ല. ഈച്ചയോ കൊതുകോ ഒന്നും വരാൻ നമ്മൾ സമ്മതിക്കത്തേയില്ല. ഇപ്പോൾ ഈ കോഴിവളത്തിൽ എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടല്ല. കാരണം ഈ വേസ്റ്റ് ഡിസ്പോസൽ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കോഴിയുടെ വേസ്റ്റ് എല്ലാം നമ്മൾ ഈ പാത്തിയിലേക്ക് വടിച്ചിറക്കി വെച്ചിരിക്കുകയാണ്. കണ്ട, ഇപ്പോൾ വേസ്റ്റ് ഒന്നുമില്ല. നമ്മുടെ പ്ലാറ്റ്ഫോം എല്ലാം ക്ലിയറായി. ഇനി നമ്മൾ ഇതിനെ വെള്ളം ഒഴിച്ച് കഴുകുക. പാത്തിക്കകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. ഇതേ പോകുന്നു നമ്മുടെ കോഴി വേസ്റ്റ് എല്ലാം. ഒന്നും ഇവിടെ അവശേഷിക്കുന്നില്ല, എല്ലാം ക്ലിയർ ചെയ്ത് കളയും.
ഈ പോയ വേസ്റ്റ് എല്ലാം വൈകുന്നേരം ആകുമ്പോഴേക്കും കുക്കിംഗ് ഗ്യാസായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ എത്തും. അപ്പം എല്ലാം പോയി നല്ല ക്ലീൻ നീറ്റായ സ്ഥലമായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ജോലി കൂടെ ബാക്കി കിടപ്പുണ്ട്. ഈ മെഷുകളെടുത്ത് തിരിച്ചു വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ കാക്കച്ചികൾ വന്ന് ഇതുവഴി മുട്ട മുഴുവനും പെറുക്കി എടുത്തുകൊണ്ട് പോകും. ഇതിലെ അകത്ത് കയറി അവിടുന്ന് കൊത്തിപ്പൊട്ടിക്കും. അപ്പോൾ ഈ മെഷ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഈ കൂടിൻ്റെ അടിയിലേക്കുള്ള ആക്സസ് കംപ്ലീറ്റ്ലി നമ്മൾ ബ്ലോക്ക് ചെയ്യാണ്. അങ്ങനെ മെഷ് വെച്ചു, എല്ലാം ക്ലിയറാക്കി. മെഷ് യഥാസ്ഥാനത്ത് തന്നെ തിരിച്ച് റീപ്ലേസ് ചെയ്തു. ക്ലീൻ ചെയ്ത ഏരിയ ഇങ്ങനെയും കിടക്കും. അപ്പോൾ ഇവർ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ്. മുട്ട പ്രൊട്ടക്റ്റഡ് ആണ്. വേസ്റ്റൊന്നും ഇവിടെയില്ല.